രാവുകൾക്കും സമയങ്ങൾക്കും സ്ഥലങ്ങൾക്കും പ്രത്യേക മഹത്വം കൊണ്ട് കൽപ്പിക്കുന്നത് നമ്മളത് പരിഗണിക്കാനാണ്, നമ്മളത് കൂടുതൽ പഠിക്കാനും ചിന്തിക്കാനുമാണ്. വഖാല ബഅദുൽ മുഫസ്സിരീൻ, ചില തഫ്സീർ പണ്ഡിതന്മാര് പറഞ്ഞു, അൽ മുറാദു മിനൽ ലൈലത്തിൽ മുബാറക, സൂറത്തുൽ ദുഖാനിൽ പറഞ്ഞ ലൈലത്തുൽ മുബാറക കൊണ്ട് ഉദ്ദേശം ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ പകുതിയുടെ രാവാണ്. ശഅബാൻ പകുതിയുടെ രാവിന് വലിയ മഹത്വമുണ്ട്. ആ മഹത്വം നമ്മൾ തീർത്തും കേൾക്കേണ്ടതും പഠിക്കേണ്ടവരുമാണ്. അന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന ശരിക്ക് കേട്ടെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കേട്ട് പഠിച്ച മഹതിയാണ് സയ്യിദത്തുനാ ബീബി ആയിഷ റളിയല്ലാഹു അൻഹ. ആ പ്രാർത്ഥന നിങ്ങൾ പഠിച്ചോന്ന് ചോദിച്ചു. ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞു. എന്നാ ചൊല്ലി ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ചൊല്ലിക്കൊടുത്തു, രാത്രിയാ ചൊല്ലിക്കൊടുത്തു. എന്നാ നിങ്ങൾ ബാക്കിയുള്ളവർക്കൊക്കെ പഠിപ്പിച്ചോളൂ എന്നും പറഞ്ഞു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രാർത്ഥന വരുന്നുണ്ട്, താഴെ വരുന്നുണ്ട്, ഹദീസിൽ വരുന്നുണ്ട്. ലൈലത്തുൽ മുബാറക് കൊണ്ട് ഉദ്ദേശം ലൈലത്തുൽ ബറാഅ എന്ന് വിളിക്കപ്പെടുന്ന ശഅബാൻ പകുതിയുടെ രാവാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ദുആഇന് ഉത്തരം കിട്ടും എന്ന് പറഞ്ഞ രണ്ടാമത്തെ രാവാണ് ഇനി നമ്മിലേക്ക് ആഗതമാകാൻ പോകുന്നത്. ഒരു രാവ് കഴിഞ്ഞു, അത് റജബിലെ ഒന്നാമത്തെ രാത്രിയാണ്. ഷാഫി ഇമാം തങ്ങൾ പറഞ്ഞതും അങ്ങനെയാണ്. ബലഗന അന്ന ദുആഅ യുസ്തജാബു ഫീ ഖംസി ലയാൽ, 5 രാത്രികളിൽ ദുആഇന് ഉത്തരം നൽകപ്പെടുമെന്ന് നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ആർക്ക്? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വിവരം കിട്ടിയെന്ന് പറഞ്ഞു, നമുക്ക് വിവരം കിട്ടിയെന്ന് പറഞ്ഞു ഒന്നല്ല കേട്ടോ. നമുക്ക് വിവരം കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അത് ശരിയല്ലാതിരിക്കാം, ചിലപ്പോഴൊക്കെ ശരിയാകാനും സാധ്യതയുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വിവരം കിട്ടിയെന്ന് പറഞ്ഞ എവിടുന്ന? നേരത്തെ ഉസ്താദ് അവർ പറഞ്ഞില്ലേ, 10 ലക്ഷം ഹദീസിൽ നിന്ന് കിട്ടുന്ന വിവരമാണ്. അതിന്റെ പുറമെ തഫ്സീറുകളിൽ നിന്ന് കിട്ടുന്ന വിവരമാണ്. അതിന് ഹക്കല്ലാതെ സത്യമല്ലാതെ മറ്റൊരു വശം ഇല്ല. എന്താ മഹാനവറുകൾ പറഞ്ഞത്? 5 രാവുകളെ പരിഗണിക്കണം. ആ 5 രാത്രിയിലും ദുആഇന് ഉത്തരം നൽകപ്പെടും. അതിലൊന്ന് അവ്വലു ലൈലത്തിൻ മിൻ റജബ്, റജബിലെ ആദ്യ രാത്രിയാണ്. അത് കഴിഞ്ഞു. അത് ഇന്നത്തെ രാവ് പോലെ ഒരു തിങ്കളാഴ്ച രാവായിരുന്നു. അത് കഴിഞ്ഞു പോയി. ഇനി വരാനുള്ളതൊക്കെ സ്വീകരിച്ചു. രണ്ടാമത്തെ രാവ് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ പകുതിയുടെ രാവ്. ദുആഇന് ഉത്തരം കിട്ടുന്ന വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് പിന്നെ അതിൽ സന്ദേഹം വേണ്ട. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അങ്ങനെ ഒന്ന് പറഞ്ഞാൽ അത് തീർത്തു ഉറപ്പിക്കാം. കാരണം അവരുടെ ഇൽമ് അത്രയുമാണ്, അവര് മനസ്സിലാക്കിയത് അത്രയുമാണ്. മൂന്നാമത്തെ രാത്രി ലൈലത്തു ഈദിൽ ഫിത്ർ, തൊട്ടടുത്ത് വരുന്ന രാവന്നെയാണ് ഓരോന്നോരോന്നും. ചെറിയ പെരുന്നാളിന്റെ രാത്രി, അന്ന് ദ്വാരക്കാൻ സമയം കിട്ടുമെന്ന് അറിയില്ല, എന്നാലും ഉദ്ദേശമുള്ള ആൾക്കാർക്കൊക്കെ ദ്വാരക്കാം. 4ാമത്തെ രാവ് ലൈലത്തു ഈദിൽ അദ്ഹ, ബലി പെരുന്നാളിന്റെ രാവ്. നാളെ വലിയൊരുന്നാളാണെങ്കിൽ ഇന്ന് രാത്രി. 5ാമത്തെ രാവ് അത് പിന്നെ ആവർത്തിച്ച് വരും, ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച രാത്രി. നാളെ വെള്ളിയാഴ്ചയാണെങ്കിൽ ഇന്ന് രാത്രി. ഈ 5 രാവുകളിലും ദുആഇന് ഉത്തരം നൽകപ്പെടും. ഇത് നമ്മളെ പഠിപ്പിച്ച എന്തിനാ? നമ്മൾ ദ്വാരക്കാനാണ്, നമ്മൾ പ്രാർത്ഥിക്കാനാണ്, നമ്മൾ ശരിക്കും മനസ്സറിഞ്ഞ് അള്ളാഹുവിലേക്ക് ചോദിക്കാനാണ്. ഒരു മടിയും കാണിക്കാതെ ഇരിക്കട്ടെ. ഈ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ എന്നതിന്റെ പിന്നിൽ ഒരുപാട് പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സൂറത്തു ദുഖാനിലെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹങ്ങൾ അധികരിച്ച ലൈലത്ത്, രാവ് എന്നതുകൊണ്ട് ഉദ്ദേശം. 2ാമത്തെ തഫ്സീറാ വായിച്ചത്. ചില പണ്ഡിതർ പറഞ്ഞു ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ആ രാത്രിയിൽ മലക്കുകൾ ഒരുമിച്ച് കൂടുന്ന രാവാണ്. ആ രാത്രിക്ക് വലിയ പുണ്യമുണ്ട്. ലൈലത്തുർ റഹ്മ എന്ന രാത്രിക്കൊരു പേരുണ്ട്. ലൈലത്തുൽ ബറാഅ, ബറാഅത്ത് രാവ് എന്ന് പേരുണ്ട്. അള്ളാഹു നരകത്തിൽ നിന്ന് മോചനം കൊടുക്കുന്ന രാവാണ്. അതുകൊണ്ടല്ലേ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ശഅബാൻ പകുതിയുടെ രാത്രിയിൽ നിസ്കരിച്ചു. ഏറെ നിസ്കരിച്ചിട്ട് മഹാനവറുകൾ സലാം വീട്ടി നോക്കുമ്പോ വജദ റക്അതൻ ഖദറാ, ഒരു പച്ച നിറത്തിലുള്ള ഒരു കടലാസ് മഹാനവറുകൾക്ക് കിട്ടി. ഖദിത്തസല നൂറുഹാ ബിസ്സമാ, ആ പച്ച നിറത്തിലുള്ള ആ കഷ്ണത്തിന്റെ പ്രകാശം ആകാശത്തിലേക്ക് ഇങ്ങനെ മുട്ടി നിൽക്കുന്നുണ്ട്.
മക്തൂബുൻ ഫീഹാ, പച്ച നിറത്തിലുള്ള ആ ഫലകത്തിൽ അല്ലെങ്കിൽ ആ തോലിൽ ആ പേപ്പറിൽ ആ കടലാസിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ഹാദിഹി ബറാഅത്തും മിനന്നാരി മിനൽ മലിക്കിൽ അസീസ് ലിഅബ്ദിഹി ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഇതൊരു മോചന പത്രമാണ്, ബറാഅത്തിന്റെ പത്രമാണ്, മോചന പത്രം. എവിടുന്ന് മോചനം? മിനന്നാരി, നരകത്തിൽ നിന്ന് മോചനം. ആരാണ് ഈ മോചനം നൽകുന്നത്? മിനൽ മലിക്കിൽ അസീസ്, അസീസായ രാജാവിൽ നിന്നുള്ള മോചന പത്രമാണ്. ആർക്കാണ് ഈ മോചനം? ലിഅബ്ദിഹി ഉമർ ബിൻ അബ്ദുൽ അസീസ്. 2 വർഷവും ചില്ലറ മാസവും ഭരണം നടത്തിയ 5ാം ഖലീഫയായി അറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് നരകത്തിന്റെ മോചനത്തിന്റെ റിപ്പോർട്ട് കിട്ടിയത് ശഅബാൻ പകുതിയുടെ രാവിൽ നിസ്കാരം കഴിഞ്ഞ് മേലോട്ട് തല ഉയർത്തിയപ്പോഴാണ്. ബറാഅത്ത് രാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനൊരു ബറാഅത്ത് ലഭിക്കും. അതേ, വിജയികൾക്ക് അല്ലാഹുവിന്റെ ഗളബിൽ നിന്ന് മോചനം ലഭിക്കും. പരാജിതരായ ആളുകൾക്കും അവർക്കും മോചനം കിട്ടും. അവർക്ക് പരാജയം മാറ്റിവെച്ച് നന്നാകാനുള്ള അവസരമാണ്. ആ രാത്രിക്ക് ബറാഅത്ത് രാവ് എന്ന് വിശേഷിപ്പിക്കുന്ന രാത്രിക്ക് അല്ലാഹു ജല്ല ജലാലുഹു കണ്ടില്ലേ നിങ്ങൾ പ്രത്യേകതകൾ പറഞ്ഞത്. എന്താണ് ആ രാത്രിക്കുള്ള പ്രത്യേകത? സൂറത്തു ദുഖാനിലൂടെ തന്നെ പറഞ്ഞു, ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ആ രാവിലാണ് എല്ലാ ഉറപ്പിക്കപ്പെട്ട കാര്യങ്ങളെയും കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ആ രാവിലാണ് എല്ലാ ഉറപ്പിക്കപ്പെട്ട കർമ്മങ്ങളെയും കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അന്ന് രാത്രിയിൽ നിസ്കാരത്തിന് പുണ്യമുണ്ട്. പ്രത്യേകം ഒരു നിസ്കാരം ഇത്രയെന്ന് ഹദീസിൽ വാരിദായിട്ടില്ല. 100 റക്അത്ത് നിസ്കരിക്കുന്നതിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. 10 റക്അത്ത് നിസ്കരിക്കുന്നതിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. ഒരു 2 റക്അത്തെങ്കിലും നമ്മൾ നിസ്കരിക്കണം. പിറ്റേന്ന് നോമ്പാണല്ലോ, അത്താഴത്തിന് എഴുന്നേൽക്കുമല്ലോ. ബറാഅത്ത് രാവിൽ ഒരു 2 റക്അത്ത് തഹജ്ജുദെങ്കിലും നിസ്കരിച്ച് അല്ലാഹുവിനോട് പ്രാർത്ഥന നടത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏറെ നബിതങ്ങൾ പ്രാർത്ഥിച്ചു എന്ന്, ഏറെ തങ്ങൾ പരിഗണിച്ചു എന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്ന രാവാണത്. ആ രാവിനെ പറ്റി ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നത് കാണാം. ഹദ്ദസനി 30 മിൻ അസ്ഹാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 30 സ്വഹാബിമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അന്നമൻ സ്വല്ലാ ഹാദിഹി സ്വലാത്ത ഫീ ഹാദിഹിൽ ലൈല, 100 റക്അത്ത് നിസ്കരിക്കുന്ന ഒരു ഹദീസ് പറഞ്ഞിട്ട് പറയാണ്, ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്, ശഅബാൻ പകുതിയുടെ രാവിൽ ഒരാൾ 100 റക്അത്ത് നിസ്കരിച്ചാൽ അർസലല്ലാഹു തആല ഇലൈഹി മിയത മലക്കിൻ, അല്ലാഹു അയാളിലേക്ക് 100 മലക്കിനെ പറഞ്ഞേക്കും. 30 മലക്കുകൾ യുബശിറൂനഹു ബിൽ ജന്ന, സ്വർഗ്ഗം കൊണ്ട് സന്തോഷം അറിയിക്കും. വതലാസൂന, മറ്റു 30 മലക്കുകൾ യുഅമ്മിനൂനഹു മിൻ അദാബിന്നാർ, നരക ശിക്ഷയിൽ നിന്ന് സുരക്ഷിതത്വം അറിയിക്കും. വതലാസൂന യദ്ഫഉ അൻഹു ആഫാത്തിദ് ദുനിയാ, വേറെ 30 മലക്കുകൾ ദുനിയാവിലെ ആപത്തുകളെ തൊട്ട് നിങ്ങൾക്ക് മോചനമുണ്ടെന്ന വിവരം അറിയിക്കും. വഅശറത്തുൻ, 10 മലക്കുകൾ, 90 10 കൂടിയുണ്ട്, യദ്ഫഊന അൻഹു മകായിദ ശൈത്താൻ, പിശാചിന്റെ കുതന്ത്രങ്ങളെ ആ മനുഷ്യനിൽ നിന്ന് തടഞ്ഞു നിർത്തും. ഹയാത്താക്കേണ്ട രാവുകൾ 16 ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൻ അൽ ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യായിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ആ 16 വിശദീകരിക്കുകയല്ല. അക്കൂട്ടത്തിൽ ഒരു രാവാണ് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. ചെറുപ്പക്കാരെ, ഉമ്മമാരെ, സഹോദരന്മാരെ, നാടിന്റെ പല ഭാഗങ്ങളിലും വ്യത്യസ്ത ഇബാദത്തുകളെ കൊണ്ട് അന്ന് രാത്രി ജനങ്ങൾ മുഖരിതമാക്കാറുണ്ട്. അന്നത്തെ ഒരു രാവിന്റെ മഹത്വം പരിഗണിച്ച് കണ്ണീരൊലിപ്പിച്ചു ദുആ ചെയ്യുന്നവരുണ്ട്. അള്ളാഹുവിൽ നിന്ന് തൗബ കിട്ടണമെന്ന് ശരിക്ക് പ്രതീക്ഷിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ കേണപേക്ഷ നടത്തുന്നവരുണ്ട്. എല്ലാവിധ സലാമത്തിനും പ്രാർത്ഥിക്കുന്നവരുണ്ട്. നമ്മളും അതിൽ ഭാഗവാക്കാകണം. ഏത് പുണ്യമുള്ള രാവ് വന്നാലും ഒരു 5 മിനിറ്റിന്റെ ബറക്കത്തെടുത്ത് അലസതയോടെ ബാക്കി ഉറങ്ങി തീർക്കല്ല. ചെറിയ രൂപത്തിൽ
രൂപത്തിലെങ്കിലും ഒരു സജീവത നമുക്ക് വേണം. പാവപ്പെട്ട എത്രയോ മനുഷ്യന്മാര് അള്ളാന്റെ മഗ്ഫിറത്തും റഹ്മത്തും പ്രതീക്ഷിച്ച് അന്നത്തെ രാവ് മുഴുവനും ഹയാത്താക്കുമ്പോ മുഴുവനും കഴിയില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ചില്ലറ മണിക്കൂറുകളെങ്കിലും ഹയാത്താക്കി ദുആ കൊണ്ടും ദിക്റ് കൊണ്ടും സജീവമാക്കണേ. 3 സൂറത്ത് യാസീൻ ഓതുന്ന രാവ് അന്നല്ലേ, സൂറത്തു ദുഹാനും ഓതുന്ന രാവ് അന്നല്ലേ. ആ രാത്രിയിൽ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഒരുപാട് പണ്ഡിതന്മാരത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ വരെ പറഞ്ഞു, അന്നലി ഹാദിഹിൽ ലൈലത്തി ഫദ്ലാ, ശഅബാൻ പകുതിയുടെ രാവിന് വലിയ മഹത്വമുണ്ട്, വിവരിച്ചാൽ തീരൂല. അതിന്റെ മഹത്വത്തെ നിഷേധിക്കൂല ദീനിൽ വിവരക്കേട് പറയുന്നവനല്ലാതെ. ആ ശഅബാൻ പകുതിയുടെ രാവിന്റെ മഹത്വത്തെ നിഷേധിക്കൂല ദീനിൽ വിവരം കെട്ടവനല്ലാതെ, വിവരം കുറഞ്ഞവനല്ലാതെ എന്ന് പണ്ഡിതന്മാരും എല്ലാവരും സമ്മതത്തോടെ പറയുമ്പോ നമ്മൾ പരിഗണിക്കേണ്ട രാവാണ്. ഈ 100 റക്അത്ത് നിസ്കാരം നിസ്കരിക്കുന്നതിനെ പറ്റി 30 സ്വഹാബിമാര് ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഒരു ഹദീസ് തഫ്സീറിന്റെ പണ്ഡിതന്മാര് കൊണ്ടുവരുന്നുണ്ട്. ആ നിസ്കാരം നിസ്കരിച്ച ആളുകളിലേക്ക് അല്ലാഹു തആല അന്ന് രാത്രി ഒരു നോട്ടം നോക്കും. 70 നോട്ടം അവരിലേക്ക് നോക്കും. വഖലല്ലാഹു ലഹു ബികുല്ലി നളറത്തിൻ, ഓരോ നോട്ടം കൊണ്ടും അല്ലാഹു തീർപ്പ് കൽപ്പിക്കും. 70 ഹാജ, 70 ആവശ്യങ്ങൾ. അദ്നാഹാ അൽ മഗ്ഫിറ, അതിലേറ്റവും ചെറുത് അൽ മഗ്ഫിറ. നമ്മൾ ഏറ്റവും നന്നായി കാണേണ്ട ഒരു അനുഗ്രഹമാണ് അല്ലാഹു പാപം പൊറുത്തു തരലാണ്. ആ 70 ആവശ്യങ്ങളിൽ ഏറ്റവും ചെറുത് അദ്നാഹ അൽ മഗ്ഫിറ, പാപമോചനമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത്ര 100 ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിച്ച് മനസ്സൊന്ന് അല്ലാഹുവിലേക്ക് തിരിച്ചു വെച്ച് ഒന്ന് പ്രാർത്ഥന നടത്താനും ഇസ്തിഗ്ഫാർ ചൊല്ലാനൊക്കെ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അന്ന് വലിയ മഗ്ഫിറത്തുണ്ട്, വലിയ ഇസ്തിജാബത്തുണ്ട് എന്നതിൽ ഒരു തർക്കവുമില്ല. പണ്ഡിതന്മാര് അസന്നിഗ്ധമായ ആ വിഷയം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ശഅബാൻ പകുതിയുടെ രാവിൽ ഒരുപാട് മഹത്വങ്ങൾ പഠിപ്പിച്ച കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിനെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലിയെ ഈ 100 റക്അത്ത് നിസ്കാരം പറഞ്ഞു കൊടുത്ത ശേഷം പറഞ്ഞു, ആ 100 റക്അത്ത് നിസ്കാരത്തിൽ ഓരോ റക്അത്തിലും ഫാത്തിഹ ഓതും, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും. ചെറിയ സൂറത്താണ്. ഖുൽ ഹുവല്ലാഹു അഹദ് 10 മർറാത്ത്, 10 പ്രാവശ്യം എന്ന് ചില റിവായത്തിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് അലിയാരെ വിളിച്ചു പറയാണ്, അലി മാ മിൻ അബ്ദിൻ യുസല്ലി ഹാദിഹി സ്വലാത്ത, ഈ നിസ്കാരം നിസ്കരിക്കുന്ന ഒരൊറ്റ അടിമയുമില്ല, ഇല്ലാ ഖദല്ലാഹു ലഹു കുല്ല ഹാജ, എല്ലാ ആവശ്യങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കും. ത്വലബഹാ തിൽക്കൽ ലൈല, അന്ന് രാത്രി എന്ത് ആവശ്യങ്ങളാണോ തേടുന്നത് അതൊക്കെ അല്ലാഹു അവന് പൂർത്തീകരിച്ചു കൊടുക്കും. ഇവിടെ മാത്രമാണോ അതുകൊണ്ട് നേട്ടം? അല്ല. വയബഅതുല്ലാഹു 70,000 മലിക്കിൻ, 70,000 മലക്കുകളെ അല്ലാഹു അയക്കും. യക്തുബൂന ലഹുൽ ഹസനാത്ത്, ആ 70,000 മലക്കുകളാണ് ഈ മനുഷ്യന് നന്മകൾ എഴുതുന്നത്, തിന്മകൾ തടയുന്നത്, ദറജകൾ ഉയർത്തുന്നത്. ഇലാ റഅസിസ്സനാ, അടുത്ത കൊല്ലത്തിന്റെ തുടക്കം വരെ സ്വർഗത്തിലും അയാൾക്ക് വ്യത്യാസമുണ്ട്. വഅന്ന മൻ മാത മിൻ ലൈലതിഹി, അതെ, ഇങ്ങനെ നിസ്കരിച്ചിട്ട് ആ വർഷത്തിന്റെ രാവിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ഖബല അൻ യഹൂലൽ ഹൗലു, അടുത്ത കൊല്ലം ശഅബാനാകുന്നതിന്റെ മുമ്പ് മാത ഷഹീദാ, അയാൾക്ക് ഷഹാദത്തിന്റെ മഹത്വം അല്ലാഹു കൊടുക്കുന്നുണ്ട്. വയുതീഹില്ലാഹു ബികുല്ലി ഹർഫിൻ മിൻ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദിലെ ഓരോ അക്ഷരത്തിന് പകരവും അന്ന് അല്ലാഹു തആല അയാൾ ഓതിയ അക്ഷരത്തിന് പകരം കൊടുക്കുന്നുണ്ട്. 70 ഹൂറാ, 70 ഹൂറികളെ സ്വർഗത്തിൽ നിന്ന് അല്ലാഹു സമ്മാനം കൊടുക്കുന്നു. അപ്പൊ ചിലരങ്ങനെ കണക്ക് പറഞ്ഞിട്ടുണ്ട്, 100 റക്അത്തിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. ഖാല ബഅദുഹും അഖല്ലു സ്വലാത്തിൽ ബറാഅത്ത് റക്അത്താൻ, അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. ആ 2 റക്അത്തെങ്കിലും നിസ്കരിക്കണം എന്ന് പറഞ്ഞു.
ബറാത്ത് രാവിൽ സുന്നത്തായ നിസ്കാരം എന്ന് ഹദീസിൽ വന്ന നിസ്കാരങ്ങൾ പ്രത്യേക ഒരു പേരിൽ അറിയപ്പെട്ടതല്ലെങ്കിലും മുത്തലഖായ സുന്നത്ത് നിസ്കാരം അല്ലെങ്കിൽ ആവശ്യ പൂർത്തീകരണത്തിന് നിസ്കാരം, ഖളാഉൽ ഹാജത്തിന് നിസ്കാരം എന്നൊക്കെ അതിനെ വിളിക്കാം. അന്നത്തെ രാവിൽ നിസ്കരിച്ചുകൊണ്ട് ഹയാത്താക്കിയിട്ട് വല്ലാത്ത മഹത്തല്ലേ കിട്ടുന്നത്. മറ്റൊരു ഹദീത്തിൽ 5 രാത്രികൾ ഹയാത്താക്കാൻ വേണ്ടി പറഞ്ഞ ഹദീത്തുണ്ട്. ആ 5 രാത്രി ഹയാത്താക്കിയാൽ സ്വർഗം വുജൂബാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അഹ്യാ അൽ-ലയാലിൽ ഖംസ്, 5 രാവുകൾ ഒരാൾ ഹയാത്താക്കിയാൽ, അത് കുറെ ആ ഹദീത്തിൽ പറയുന്ന കുറെ രാവുകളൊക്കെ നമ്മിൽ പലരും ഹയാത്താക്കലുണ്ട്. അങ്ങനെ ലക്ഷങ്ങൾ മുടക്കുന്നുണ്ട്.